വെണ്ടയ്ക്കപ്പുളിയുടെ റിസൾട്ട് ഇവൾ പറയുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പം വോയിസ് മാത്രമേ ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ തന്നെ അതൊന്ന് വെണ്ടയ്ക്കയും വറച്ച് കറി വയ്ക്കുന്നതിൻ്റെ ഒരു രസം അല്ലെങ്കിൽ ഒരു വൈബ് വേറെ എവിടെയും കിട്ടില്ല. കണ്ടോ, വെണ്ടയ്ക്ക നിറച്ച് തേങ്ങ നമ്മൾ നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യണ്ട, വെറും തേങ്ങ മാത്രം അരയ്ക്കുക. നന്നായി അരഞ്ഞ് കിട്ടണം. അങ്ങനെ വെണ്ടയ്ക്ക നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ഇപ്പോൾ ഇവിടെ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് കുറച്ച് കറി മതി. അപ്പം ഞാൻ ചെറിയൊരു ചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടിക്ക് എന്താ ഒരു ചെരിവ്, ചെറിയ ചട്ടി ആയതുകൊണ്ട് ഗ്യാസിൽ നേരെ ഇരിക്കുന്നില്ല. ചെറിയ ഉള്ളി നന്നായിട്ട് ചതയ്ക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു പച്ചമുളക് ഇടുക, 1-2 ഇടുക, എരിവിനനുസരിച്ചൊക്കെ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു പച്ചമുളക് കേട്ടോ അതിനകത്ത് ഇടുന്നത്. ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം പച്ചമുളക് ഇട്ടാൽ മതി. ഇവിടെ ഞങ്ങളൊക്കെ വെണ്ടയ്ക്ക പുളി വയ്ക്കുമ്പോൾ ചിലപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും പരിപ്പും കൂടി വയ്ക്കും. അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇങ്ങനെ വെച്ചാലും നല്ല രുചിയാണ്. ഉണക്കമീനാണ് ഇതിലേക്ക് നല്ല, ഈ കറിക്കില്ലേ ഉണക്കമീനാട്ടോ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ പോകണം കേട്ടോ. പിന്നെ അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ആ തേങ്ങയും അതിനകത്ത് ഒഴിക്കുക, നന്നായിട്ട് ഇളക്കി. കുറച്ച് ചാറ് വേണമല്ലോ, ഒഴിച്ചേറിയല്ലേ നമ്മുടെ, കുറച്ച് ചാറാക്കുക. പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ച് വെച്ചിട്ടുണ്ട്, അതും അതിനകത്തിലേക്ക് ഒഴിക്കുക. കുറച്ച് ചാറെണ്ണ നീട്ടി ഒഴിക്കാം. പുളിവെള്ളം പറന്നൊഴിക്കണം പാകത്തിന്. ഒരുപാട് പുളിയായ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ വെണ്ടയ്ക്ക അതിനകത്ത് ഇടുന്നത് വീഡിയോ എടുത്തില്ല കേട്ടോ ഞാൻ. വെണ്ടയ്ക്ക ഈ പുളിയെല്ലാം തിളച്ചതിന് ശേഷം വെണ്ടയ്ക്ക നമ്മളതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു ശകലം വെളുത്തുള്ളി ചതയ്ക്കുക, കടുകിടുക, കടുക് വറുത്ത് പറയില്ലേ, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടുക. ഇത്രേ ഉള്ളൂ. വെണ്ടയ്ക്ക പുളി എളുപ്പം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയാണ്. കേട് വരുമില്ല. പുളിയൊക്കെ ഒഴിക്കണതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. എനിക്കിതിൻ്റെ കൂടെ ഉണക്കമീൻ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഉണക്കമീൻ വറുത്തതും വെണ്ടയ്ക്ക പുളിയും ചോറും പപ്പടും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക. ഞാനും തുടക്കത്തിലൊക്കെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോന്ന് ഇത്രയേ ഉള്ളൂ. വെണ്ടയ്ക്കപ്പുളി റെഡി. ഇനി ഇതിൻ്റെ റിവ്യൂ ഞാൻ കേൾപ്പിച്ചു തരാം.